ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളത്. ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവൻ്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാഗ്ദത്തമുള്ളതാകയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവഭക്തി നിങ്ങളെ രക്ഷിക്കും. ഇവിടെ രക്ഷിക്കും, സ്വർഗത്തിലും നിങ്ങളുണ്ടാകും. നിത്യ യുഗായുഗങ്ങൾ നിങ്ങൾ ജീവിക്കും. ദൈവഭക്തി അഭ്യസിക്കുക, ദൈവവുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുക, വ്യക്തിപരമായ ഒരു ദൈവിക ബന്ധത്തിലേക്ക് കടന്നു വരിക. അത് നിങ്ങളെ സഹായിക്കും. ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അത് സ്വന്തം വിവേകമാണ്. തിരുവചനം പറയുന്നു, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. അല്പപ്രയോജനമുണ്ട്, പക്ഷെ അതിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും ദൈവത്തെ നനച്ചുകൊള്ളുക. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, ഉപവാസത്തിന് ശക്തിയുണ്ട്, വിശുദ്ധിക്ക് ശക്തിയുണ്ട്, തിരുവചന ധ്യാനത്തിന് ശക്തിയുണ്ട്. ഇതെല്ലാം ദൈവഭക്തിയാണ്. നിങ്ങളുടെ ദൈവമായിട്ടുള്ള ബന്ധത്തിനാണ് ശക്തി. നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുവാൻ അല്പസമയം വേറിട്ടിരിക്കുന്നുവെങ്കിൽ അതിനാണ് ശക്തി. പ്രിയപ്പെട്ടവർ, ഇവിടെ ദൈവം നിങ്ങൾക്കൊരു പ്രോമിസ് തരികയാണ്. ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. എല്ലായ്പ്പോഴും ദൈവഭക്തിയോടെ ഇരിക്കുക. ഒരു പ്രതിഫലം ഉണ്ടാകും, നിശ്ചയമായി ഉണ്ടാകും. നിങ്ങൾ പ്രാർത്ഥിച്ചതിനും കരഞ്ഞതിനും വിശ്വസിച്ചതിനും വിശുദ്ധി കാത്തു സൂക്ഷിച്ചതിനും ഒക്കെ ഇവിടെ ഒരു പ്രതിഫലമുണ്ട്. ഇവിടെ മാത്രമല്ല കേട്ടോ, നിങ്ങൾക്കൊരു നിത്യജീവനുണ്ട്. വരുവാനിരിക്കുന്നതിന് വാഗ്ദത്തമുണ്ട്. പ്രിയപ്പെട്ടവരെ, മനുഷ്യരിൽ ആശ്രയിച്ചാൽ മനുഷ്യൻ നിങ്ങൾക്ക് ചിലപ്പോൾ വാഗ്ദത്തങ്ങൾ തന്നേക്കാം. പക്ഷെ ആ വാക്കൊന്നും മനുഷ്യൻ പാലിക്കില്ല കേട്ടോ. മനുഷ്യർക്ക് നിങ്ങളെ മരണം വരെ ചുമക്കാൻ കഴിയില്ല. മനുഷ്യർക്ക് നിങ്ങളോടുകൂടെ എപ്പോഴും സഞ്ചരിക്കാൻ പറ്റത്തില്ല. നിങ്ങളെ ചുമക്കാൻ പറ്റത്തില്ല. വെറുതെയാണ്, കഴിയില്ല, ഒരിക്കലും കഴിയില്ല. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെത്രയോ സത്യമാണ്. എന്നാൽ നിങ്ങൾ ദൈവത്തിൽ ആശ വച്ചാൽ, ദൈവത്തിൽ ആശ്രയിച്ചാൽ ഇവിടെ ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തം തരും. വരുവാനിരിക്കുന്ന ലോകത്തിലും ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തം തരും. പ്രിയപ്പെട്ടവരെ, അത് സത്യമാണ്. ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തന് ലജ്ജിച്ചു പോയില്ല. ദൈവഭക്തി നിങ്ങളെ സഹായിക്കും. ദൈവഭക്തി നിങ്ങളെ രക്ഷിക്കും. അതുകൊണ്ട് ദൈവഭക്തി അഭ്യസിക്കുക. വചനത്തോട് പ്രതികരിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.